ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദർശനവും ഇച്ഛാശക്തിയും അപാരമായ സമർപ്പണവും കൊണ്ട് പരമകാരുണ്യത്തിൻ്റെ മാതാവായി തീരുവാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യക മറിയാം അമ്മയുടെ അതിശ്രേഷ്ഠമായ ഓർമ്മയിൽ അഭയപ്പെട്ടുകൊണ്ടാണ് ഈ ദിവസം നാം ആരാധനയിൽ സംബന്ധിക്കുന്നത്. പരിശുദ്ധ കന്യക മറിയാം അമ്മ കർത്താവായ യേശു മിശിഹായോടൊപ്പം ആയിരിക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് തിരുവെഴുത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത്തരം സംഭവങ്ങളിൽ തന്നെ തികച്ചും അപ്രതീക്ഷിതമായ ചില ഇടപെടലുകളാണ് അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ പലപ്പോഴും നാം കാണുന്നത്. അതിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ നാം സുവിശേഷ ഭാഗമായി വായിക്കുന്നത്. ഒരിക്കൽ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുമായി സംവദിക്കുന്ന സന്ദർഭത്തിൽ അമ്മയും സഹോദരങ്ങളും അധിക ദൂരത്തല്ലാതെ മാറി നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് പറയുന്നുണ്ട്, നിന്റെ അമ്മയും സഹോദരങ്ങളും ദൂരത്ത് നിൽക്കുന്നുവെന്ന്. ആ സമയത്ത് യേശു തമ്പുരാൻ അവരോട് പറയുന്ന മറുപടി, ആരാണ് എൻ്റെ മാതാവ്, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന മറുപടിയായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുന്നു, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന്. അവളോടും യേശു തമ്പുരാൻ പറയുന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അതിനെ തുടർന്ന് ജനങ്ങളെല്ലാം വന്നു കൂടുമ്പോൾ യേശു തമ്പുരാൻ അവരോട് ഈ രണ്ട് സംഭാഷണങ്ങൾക്ക് തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് ജനക്കൂട്ടത്തോട് പറയുന്നത്. ഈ ദുഷ്ടവംശം അടയാളം അന്വേഷിക്കുന്നു, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ വേറെ അടയാളം അവർക്ക് ലഭിക്കുകയില്ല. പ്രത്യേകിച്ചും പരിശുദ്ധ സഭയായി നിനിവെ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ കന്യക മറിയാം അമ്മയുടെ സ്മരണയും അമ്മയോടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭാഷണത്തിൽ യേശു തമ്പുരാൻ എന്തുകൊണ്ടാണ് യോനാ പ്രവാചകന്റെ അടയാളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്നും ധ്യാനിക്കുന്നത് ഒരുപക്ഷെ കുറെ കൂടി ഈ നോമ്പിലേക്കുള്ള ഒരു നല്ല പ്രവേശകം ആയിരിക്കുമെന്ന് നിരൂപിക്കുന്നു. യോന നിനിവക്കാർക്ക് അടയാളമായി തീർന്നതുപോലെ മനുഷ്യപുത്രൻ ഈ വംശത്തിനും അടയാളമായിരിക്കും എന്ന് പറയുന്നുണ്ട്. യോന എങ്ങനെയാണ് നിനിവക്കാർക്ക് അടയാളമായി തീർന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അമ്മ മറിയത്തോട് ബന്ധപ്പെട്ട ഒരു സംഭാഷണത്തിൽ യോനാ പ്രവാചകനെയും നിനിവയിലെ ജനതയെയും അത് തുടർന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട്, നിനിവക്കാരായ മനുഷ്യർ ന്യായവിസ്താരത്തിൽ ഈ വംശത്തോടുകൂടി എഴുന്നേറ്റതിനെ കുറ്റപ്പെടുത്തും. അവർ യോനായുടെ പ്രസംഗത്താൽ അനുദപിച്ചു, യോനായേക്കാൾ ശ്രേഷ്ഠൻ ഇവിടെയുണ്ട് എന്നിങ്ങനെ പറയുന്ന ഈ വരികൾ എങ്ങനെയാണ് പരസ്പരം ബന്ധിതമായി നിലനിൽക്കുന്നത് എന്നുള്ളത് നാം സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എൻ്റെ വചനം കേട്ടെന്നെ അതിനെ അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്നൊരു പുതിയ നിർവചനം തൻ്റെ ബന്ധുക്കാരെക്കുറിച്ച്, തൻ്റെ ചാർച്ചക്കാരെക്കുറിച്ച് യേശു തമ്പുരാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. യോനാ പ്രവാചകന്റെയും നിനിവ ജനത്തിൻ്റെയും ജീവിതവും അനുസരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രഘോഷിക്കേണ്ടവനാണ്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ടവൻ തന്നെ ആദ്യം ദൈവവചനത്തോട് മറുതലിക്കുന്ന ഒരു കാഴ്ച ആ പുസ്തകത്തിലുണ്ട്.
എന്നാൽ പിന്നീട് അവൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. യാതൊരു മറുതലിപ്പുമില്ലാതെ ദൈവത്തിൻ്റെ വചനത്തെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയായിട്ടാണ് നിനവയിലെ രാജാവിനെയും പ്രജകളെയും എല്ലാവരെയും തിരുവെഴുത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ഇങ്ങനെ വചനം അനുസരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു സൂചന പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മ യഥാർത്ഥത്തിൽ വചനാനുസൃതമായ ജീവിതത്തിൻ്റെ പരമ മാതൃകയായി ഷീസ് ദ മദർ ഓഫ് ന്യൂ ഹ്യൂമാനിറ്റി, നവമാനവികതയുടെ അമ്മ എന്നുള്ള തലത്തിലേക്ക് സഭാ പാരമ്പര്യത്തിൽ അവളെ ഉയർത്തിക്കാട്ടുന്നത് തന്നെ ഒന്നാം ആദാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുമ്പോൾ രണ്ടാം ആദാമായ ക്രിസ്തുവിൻ്റെ പിറവിക്ക് നിദാനമാകത്തക്ക വിധത്തിൽ ദൈവവചനത്തെ അനുസരിക്കുന്ന ഗബ്രിയേൽ നൽകുന്ന സന്ദേശത്തോട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന അമ്മയെ പുരസ്കരിച്ച് ദൈവവചന അനുസൃതമായ ജീവിതത്തിൻ്റെ മാതൃക ഇവൾ തന്നെയാണ്. ഇവളെ പോലെ വചനമനുസരിക്കുന്നവരെല്ലാം ദൈവഹിതം ആരായുന്നവരും അതനുസരിക്കുന്നവരുമെല്ലാം എൻ്റെ അമ്മയും സഹോദരങ്ങളുമാകുവാൻ സാധ്യതയുള്ളവരാണ് എന്നുള്ള മനോഹരമായ ഒരു ആശയം യേശു തമ്പുരാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. യോനാ പ്രവാചകന്റെ അനുസരണത്തെയും അനുസരണക്കേടിനെയും കുറിച്ചുള്ള മനോഹരമായൊരു വ്യാഖ്യാനം പോപ്പ് ഷെനൂഡ മൂന്നാമൻ നൽകുന്നുണ്ട്. യോനായുടെ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ധ്യാനാത്മകമായ പഠനം, അതിലെ ഒരു വിചാരം കൂടി പറഞ്ഞ് ഈ അനുസരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സംഭാഷണം അവസാനിപ്പിക്കാം. മനനശേഷിയുള്ളവനായ മനുഷ്യനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം യുക്തിരഹിതമായ ഒരുപാട് സൃഷ്ടികളെ ഉപയോഗിക്കുന്നതായി യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പോപ്പ് ഷെനൂഡ മൂന്നാമൻ എഴുതിയിരിക്കുന്നത്? The only creature who was not obedient was the rational Jonah, who God had granted free will by which he could disobey him. ദൈവം നൽകിയ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് അവന്റെ വചനത്തെ പോലും അനുസരിക്കാതിരിക്കാൻ തക്കവിധം പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന, യുക്തിഭദ്രമായി ചിന്തിക്കാൻ ശേഷിയുണ്ടായിരുന്ന മനുഷ്യൻ യോന മാത്രമാണ് അനുസരണക്കേട് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് സ്പഷ്ടമായി ബോധ്യപ്പെടുന്നതാണ്. ദൈവം ഒരു കാറ്റിനെ അയക്കുന്നു, കപ്പലുലയുന്നു, അതവരെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നു. അവന്റെ വചനമനുസരിക്കുന്ന കാറ്റും കൊടുങ്കാറ്റും എന്ന സങ്കീർത്തന ഭാഗം ഈ സമയത്ത് ഓർക്കണം. ശരിക്കും ജനത്തെ പ്രാർത്ഥനയിലേക്ക് നയിക്കേണ്ട പ്രവാചകൻ ഉറങ്ങുമ്പോൾ അവരെ ഉണർത്താൻ ദൈവം നമ്മൾ യുക്തിഹീനമെന്ന് വിചാരിക്കുന്ന ഒരു കാറ്റിനെ അയക്കുന്നു. പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പ്രവാചകനെ വീണ്ടും ഉണർത്താൻ അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റും അയക്കുന്നതായി പറയുന്നുണ്ട്. പിന്നീട് തിമിംഗലം ദൈവത്തെ അനുസരിക്കുന്നു. പിന്നീട് സൂര്യൻ ദൈവത്തെ അനുസരിക്കുന്നു, വെയിൽ അധികമായി ഉദിപ്പിക്കുന്നു. പിന്നീട് ഒരു ചെടി ദൈവത്തെ അനുസരിക്കുന്നു. നിസ്സാരനായ ഒരു പുഴു ആ ചെടി കുത്തിക്കളയാൻ ദൈവം പറഞ്ഞത് കേട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കഥാരൂപത്തിൽ അത് കഥനം ചെയ്യുന്നുവെങ്കിലും നമ്മൾ ഇറാഷണൽ ബീയിങ്സ് എന്ന് വിചാരിക്കുന്ന ഈ സംഗതികളൊക്കെ ദൈവത്തെ അനുസരിക്കുന്നു. ആര് ദൈവത്തെ അനുസരിക്കാത്തപ്പോൾ? മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാത്തപ്പോൾ. മനനശേഷിയുള്ളവൻ, ചിന്താശേഷിയുള്ളവനായ മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇറാഷണൽ ബീയിങ്സ് അല്ലെങ്കിൽ യുക്തിഹീനമായ സൃഷ്ടികളെന്ന് നാം കരുതുന്ന പലതും മനുഷ്യനെ ഒരു പാഠം പഠിപ്പിക്കുന്നു. ഈ കാലത്തും പല വിധത്തിൽ പ്രകൃതി നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ചിലപ്പോഴെങ്കിലും മനുഷ്യനത് മനസ്സിലാവുന്നില്ല എന്നുള്ള വലിയൊരു ദുർഭഗത നമ്മുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എന്നും ഓർത്തിരിക്കണം. പരിശുദ്ധ കന്യകമറിയാം അമ്മ, നിന്റെ അമ്മ ഇതാ അടുത്തു വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് എൻ്റെ മാതാവ്, ആരാണ് എൻ്റെ സഹോദരങ്ങൾ?
ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് യേശു തമ്പുരാൻ യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കില്ല എന്ന് പറയുന്നത്. നിനുവാക്കാർ ഈ തലമുറയെ എഴുന്നേറ്റ് ന്യായം വിധിക്കുമെന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ചവരായതുകൊണ്ടാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയോടും ഇതുതന്നെയാണ് അടയാളമായി ക്രിസ്തു സമ്മാനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവവചനം അനുസരിച്ചവരുടെ വലിയൊരു തലമുറ, പരിശുദ്ധ കന്യകമറിയാം അമ്മയിൽ തുടങ്ങി ക്രിസ്തുവിന് മുമ്പും പിമ്പും ദൈവഹിതം ആരായുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ പരിശ്രമിച്ചവർ നമ്മെയും ന്യായം വിധിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പെരുന്നാളിൽ പങ്കുവെക്കാനുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ.